മറ്റുള്ളവരിലാരിലും ആശ്രയിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്വന്തം വിവേകത്തിലൂന്നാതെ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. എക്സൽ മീഡിയയുടെ ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ലഭിച്ചിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായമാണ്. 66 അധ്യായങ്ങളുള്ള യെശയ്യാ പ്രവാചകന്റെ ഈ പുസ്തകത്തെ ബൈബിളിലെ ഒരു ചെറിയ ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഉസിയാവ്, യോഥാം, ആഹാസ്, സെഹസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ആണ് യെശയ്യാ പ്രവാചകൻ പ്രവചന ശുശ്രൂഷ നിർവഹിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രവാസകാലത്തിന് മുൻപ് ദൈവജനം ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് മറ്റ് ഇതര ജാതീയ രാജാക്കന്മാരുടെ പിന്നാലെയും മറ്റ് ഇതര സംസ്കാര ചടങ്ങുകളുടെ പിന്നാലെയും പോയപ്പോൾ വളരെ ശക്തമായിട്ട് യെശയ്യാ പ്രവാചകൻ യഹൂദന്മാരായിട്ടുള്ള ഇസ്രായേൽ ജനങ്ങളോട് ശക്തമായിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്ന ഭാഗങ്ങളാണ് ഈ 66 അധ്യായങ്ങളിലൂടെ കാണുവാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് 31-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ചിന്ത നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ഭവനത്തിൽ അപ്പനും അമ്മയും 2-3 കുഞ്ഞുങ്ങളും ഉണ്ട് എങ്കിൽ ആ ഭവനത്തിലെ ഈ കുഞ്ഞുങ്ങൾ അപ്പനോടും അമ്മയോടും സ്നേഹമില്ലാതെ, അപ്പനെയും അമ്മയും അനുസരിക്കാതെ മറ്റ് ഇതര മാതാപിതാക്കളെയോ വേറെ ആരുടെയെങ്കിലും ഇഷ്ടമനുസരിച്ച് എപ്പോഴും അവരുടെ ഭവനത്തിൽ തന്നെ ആയിരിക്കുകയും ഭവനത്തിലെ മാതാപിതാക്കളോട് ഒരു സ്നേഹവുമില്ലാതെയും കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭവനത്തിലെ ആ കുഞ്ഞുങ്ങളുടെ സ്വന്തം മാതാപിതാക്കൾ എത്രമാത്രം ഹൃദയത്തിൽ ദുഃഖമുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ദൈവത്തിന് തൻ്റെ മക്കളോടുള്ള സ്നേഹം തനിക്ക് തിരിച്ച് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് സർവശക്തനായ ദൈവം. ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട്, ദൈവം അൺഎക്സ്പെക്റ്റഡ് ലവ് ആണ് നമുക്ക് വേണ്ടി നൽകി തന്നത്. പക്ഷേ കൽപ്പനകളിൽ പ്രധാനപ്പെട്ട കൽപ്പനകൾ ഇപ്രകാരം പറയുകയാണ്: നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ കൂടെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മിൽ നിന്ന് ഒരു വലിയ സ്നേഹം ആഗ്രഹിക്കുകയാണ്. 31-ാം അധ്യായം, ഈ അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത് യഹൂദ ജനങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ വിട്ട് മിസ്രയീം രാജാക്കന്മാരുടെ ആ രഥങ്ങളിലും സൈന്യങ്ങളുടെ കുതിരകളിലും ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് തുനിയുമ്പോൾ വളരെ ശക്തമായിട്ട് യെശയ്യാ പ്രവാചകൻ ജനങ്ങളോട് അരുളപ്പാടായിട്ട് അറിയിക്കുന്ന വേദഭാഗങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. സർവജ്ഞാനിയായ, സർവശക്തനായ ദൈവത്തിൻ്റെ പിന്നാലെ ഇവർ പോകാതെ ഇതര രാജാക്കന്മാരുടെ പിന്നാലെ പോകുന്നത് കൊണ്ട് ശക്തമായിട്ടുള്ള അനർത്ഥങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്: യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു, സിംഹമോ ബാലസിംഹമോ ഇര കണ്ടു മുരളുമ്പോൾ ഇടയക്കൂട്ടത്തെ അതിൻ്റെ നേരെ വിളിച്ചു കൂട്ടിയാലും അത് അവരുടെ കൂക്കുവിളി കണ്ട് പേടിക്കുകയും അവരുടെ ആരവാരം കണ്ട് ചുളുങ്ങാതെയും ഇരിക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും അതിൻ്റെ ഗിരിയിലും യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരും. ശ്രദ്ധിക്കണം, സൈന്യങ്ങളുടെ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറയുകയാണ്. നിങ്ങൾ മറ്റ് രാജാക്കന്മാരുടെയും മറ്റ് ദൈവങ്ങളുടെയും പിന്നാലെ പോകേണ്ട കാര്യമില്ല, മറിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. തിരുവചനം സ്പഷ്ടമായിട്ട് പറയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് മോശ ഇസ്രായേൽ ജനങ്ങളോട് പറയുന്നതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ 31-ാമത്തെ അധ്യായത്തില് ദൈവം തൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടി ഇസ്രായേൽ ജനങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്, ആശിക്കുകയാണ്. ഒരു വലിയ മാനസാന്തരം യഹൂദ ജനങ്ങൾക്കുണ്ടാകണം, തൻ്റെ
രക്ഷയുടെ യഥാർത്ഥ ഉറവിടം ദൈവമാണ് എന്ന് വളരെ ശക്തമായിട്ട് പറയുന്ന ഒരധ്യായമാണ് ഈ 31-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. ദൈവം യെരൂശലേമിനെയും അതിലെ നിവാസികളെയും സംരക്ഷിക്കുന്നു എന്ന് വളരെ ശക്തമായിട്ടുള്ളൊരു ഉറപ്പും കൂടെ ഈ വേദഭാഗത്ത് നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ തിരുവെഴുത്തുനിന്ന് ശക്തമായിട്ട് ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ 66 പുസ്തകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വലിയ ഒരു വെളിപ്പാടെന്ന് പറയുന്നത് മറ്റ് ഏതൊരു പ്രവാചകന്മാർ പോലും പറയാത്ത നൽകിയിട്ടില്ലാത്ത അത്ര യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രവചന സത്യങ്ങൾ ഈ 66 പുസ്തകങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ ജനനം, യേശു കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങൾ, യേശു കർത്താവിൻ്റെ മരണം, യേശു കർത്താവിൻ്റെ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ദൈവരാജ്യത്തിൻ്റെ ചിന്തകൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, നിങ്ങൾ ഇതൊന്നും നൽകിത്തരാത്തവനായ, ഒരു നിത്യത നൽകിത്തരാത്തവരായ ദൈവങ്ങളുടെ പിന്നാലെ പോകാതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക എന്ന് ശക്തമായിട്ടുള്ളൊരു ദൂതാണ് യെശയ്യാ പ്രവാചകൻ തൻ്റെ ജനങ്ങളോട്, ദൈവജനങ്ങളോട് പറയുന്നത്. 8-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. അവൻ അതിനെ കാത്തു രക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. ദൈവികമായിട്ടുള്ള പരിപാലനം തൻ്റെ മക്കൾക്കുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയിക്കുന്ന ഒരു ഭാഗമാണ് ഈ 66 പുസ്തകങ്ങളും 31-ാം അധ്യായവും അതുപോലെ തന്നെ വേദപുസ്തകം ഉടനീളവും. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ കാട്ടാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ദാസന്മാരോട് കരുണ തോന്നുന്നു. അതെ, ഒരപ്പനെ പോലെ, ഒരമ്മയെപ്പോലെ തൻ്റെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്. ദോഷികളായുള്ള നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ പിതാവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് എത്ര അധികം നന്മകളെ കൊടുക്കും, എത്ര അധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കുമെന്ന് യേശു കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, മറ്റുള്ളവരിലാരിലും ആശ്രയിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്വന്തം വിവേകത്തിലൂന്നാതെ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ എവരെയും ധന്യമായിട്ട് അനുഗ്രഹിക്കും.